ലാച്ചിന്റെ എസിനെയും ആറിനെയും കൂടെ ഒരു ഇൻവെർട്ടർ വെച്ച് ഷോർട്ട് ചെയ്ത് സിംഗിൾ ഇൻപുട്ട് ഡേറ്റ ഡി എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, സോ എസ് ആർ ലാച്ചിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, സോ അതിനുശേഷം അഡീഷണലി ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട്. സോ എസിന്റെ ആറിന്റെ രണ്ട് ഇൻപുട്സിനെ ഒരു നോട്ട് ഗേറ്റ് വെച്ച് ഷോർട്ട് ചെയ്ത് സിംഗിൾ ഇൻപുട്ട്. എസ് ആർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ട് ഉണ്ട്. നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് അതേപോലെ തന്നെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമാണ് സിംഗിൾ ഇൻപുട്ട് വരുന്ന രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എല്ലാം നമുക്ക് ടു ഇൻപുട്സ്. ക്ലോക്കിനെ കൂടാതെയാണ് ഞാൻ പറയുന്നത്. ക്ലോക്കിനെ കൂടാതെ രണ്ട് ഇൻപുട്സ് ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പം എസ് ആർ ലാച്ചിനെ രണ്ട് ഇൻപുട്സിനെയും കൂടെ ഒരു സിംഗിൾ നോട്ട് ഗേറ്റ് വെച്ച് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, സോ ഡി നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഡയഗ്രത്തിനകത്ത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഒറിജിനൽ സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസിങ് നാൻഡ് ഗേറ്റ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഗേറ്റിനെ ഉണ്ടാക്കാൻ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ദിസ് വൺ ഈ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഇൻപുട്സും കൂടെ ഷോർട്ട് ചെയ്ത് സിംഗിൾ ഇൻപുട്ട് ആക്കി മാറ്റി കഴിഞ്ഞാൽ നോട്ട് ഗേറ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ. സോ ഇതിന് പകരം ഈ നോട്ട് ഗേറ്റ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു നോട്ട് ഗേറ്റിന്റെ ഒറിജിനൽ സിമ്പിളിന് പകരം ഈ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ക്ലോക്ക് എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കണം. ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ മെമ്മറി സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പം നമുക്കിവിടെ ഡി എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ആണ് ഉള്ളത്. ഒരേ ഒരു ഇൻപുട്ട് ആണ് ഉള്ളത്. പിന്നെ ക്യൂ ബാർ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ QN+1 എന്ന് കൊടുക്കാട്ടോ. QN+1 ഏതെങ്കിലും ഒരു സ്റ്റൈലില് ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ QN+1 എന്ന് കൊടുത്തു പോകാം. അങ്ങനെയാണെങ്കിൽ QN+1 ബാർ താഴെ വരും, അല്ലെങ്കിൽ ക്യൂ ബാർ എന്ന് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ദെൻ ഈസ് ദ സ്റ്റേറ്റ്. ഓക്കെ, സോ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എസ് ആർ ലാച്ച് ആണെന്ന് ഓൾറെഡി അറിയാം. സോ ഗേറ്റ് നമ്പർ 1, 2, 3 and 4 എന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 3 and 4 ഫോംസ് ദ എസ് ആർ ലാച്ച്. ഗേറ്റ് നമ്പർ 1, 2, 3, 4 നാലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ് ഉള്ളത് അല്ലേ. സോ അപ്പം നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു ക്ലോക്ക് 1 ആയിട്ടുള്ള കേസാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ക്ലോക്ക് 1 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ടും അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 2ന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ. സോ ഡിയുടെ വാല്യൂ ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കാം. ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് when d is equal to 0. d is equal to 0 വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് 0 ആകും. സോ ആ സെയിം ഡി തന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നോട്ട് ഗേറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ ആ 1 ആണ് ഗേറ്റ് നമ്പർ 2ന്റെ അതർ ഇൻപുട്ട് ആയിട്ട് വരുന്നത് അല്ലേ. സോ ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് പറയാമോ? ഒരു ഇൻപുട്ട് ഈസ് 0 ആൻഡ് ദ അതർ ഇൻപുട്ട് ഈസ് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെയും ഏതൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് പറയാമോ? ഹിബ പറയാമോ? ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെ ഔട്ട്പുട്ട് പറയാമോ? ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0യും അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ 1 ഓഫ് ദ ഇൻപുട്ട് നാൻഡ് ഗേറ്റിന്റെ 1. കാരണം ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ നാൻഡ് ട്രൂത്ത് ടേബിൾ ഇവിടെ കിടപ്പുണ്ട്. ഒരു ഇൻപുട്ട് ഓഫ് ദ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ്. സിമിലർലി ഗേറ്റ് നമ്പർ 2ന്റെ രണ്ട് ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? 1, 1. സോ ബൈ ദ ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ് 1, 1 വന്നു കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആർ ലാച്ചിലേക്ക് പോകുന്ന വാല്യൂ ആണ്. ഓക്കെ, സോ കാരണം ഗേറ്റ് നമ്പർ 3യും 4ഉം എസ് ആർ ലാച്ചിന്റെ ഭാഗമാണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടിരിക്കുന്നതാണ്. സോ എസ് ആർ ലാച്ചിന്റെ എസിലേക്ക് പോകുന്ന വാല്യൂ 1ഉം
ആറിലേക്ക് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് വരിക. സോ എസ് ആർ ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ അതും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എസ് ആർ ലാച്ചിന്റെ ട്രൂത്ത് ടേബിൾ. സോ എസ് ആർ ലാച്ചിന്റെ ട്രൂത്ത് ടേബിളിൽ നമുക്ക് 10 വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഏത് സ്റ്റേറ്റ് ആണ് വരുന്നത്? നോക്കിയേ, ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ റീസെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0യും അതേപോലെ തന്നെ ക്യൂ ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ് വരിക. സോ അത് ഞാൻ ഈ ടേബിളിലോട്ട് എഴുതുവാണ്. Q is equal to 0 and Q bar is equal to 1. Q is equal to 0 വരുന്ന സ്റ്റേറ്റിനെ നമ്മൾ എന്ത് സ്റ്റേറ്റ് എന്നാ വിളിക്കുക? ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ഒരേ പേരാന്ന് ഞാൻ പറഞ്ഞത്. ക്യൂവിന്റെ വാല്യൂ 0 തരുന്ന സ്റ്റേറ്റ് ഏതാണെങ്കിലും ശരി, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിലും ശരി, that will be called as the reset state. So this state is called as the reset state. അതാണ് ഇവിടെ ട്രൂത്ത് ടേബിളിൽ ഇത് വെച്ച് കാണിച്ചിരിക്കുന്നത്. ഡിയുടെ വാല്യൂ ക്ലോക്ക് എന്ന് പറയുന്നത് ഹൈ ആണെന്നാട്ടോ കാണിച്ചിരിക്കുന്നത്. ക്ലോക്ക് അപ്പ് വെച്ച് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ഹൈ ആണ്, വിച്ച് മീൻസ് ക്ലോക്കിന്റെ വാല്യൂ 1 എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു 0. ക്യൂ 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യൂ ബാർ 1 ആണ്. ആൻഡ് ദാറ്റ് എന്ന് പറയുന്നത് റീസെറ്റ് സ്റ്റേറ്റ്, വിച്ച് മീൻസ് ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. Hence this is called as the reset state എന്നാണ് എഴുതി ഇവിടെ ഓൾറെഡി കിടക്കുന്ന ഈ ടേബിളിന്റെ അർത്ഥം. Okay, now we will see the next combination, which is d is equal to 1. Okay, so d is equal to 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? d is equal to 1. So d1 വന്നു കഴിഞ്ഞാൽ ഈ 1 തന്നെ ആയിരിക്കും എവിടെ എത്തുക? എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ, അതായത് ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് മാറുക. അതേപോലെ തന്നെ ആ 1 ആയിരിക്കും നോട്ട് ഗേറ്റിൽ എത്തിക്കഴിയുമ്പോൾ അത് 0 ആയിട്ട് മാറുക. സോ ഗേറ്റ് നമ്പർ 2ന്റെ ഒരു ഇൻപുട്ട് 0 ആയിരിക്കും ഉണ്ടാവുക. ഗേറ്റ് നമ്പർ 2ന്റെ അതർ ഇൻപുട്ട് 1 ആണ്. ഗേറ്റ് നമ്പർ 1ന്റെ ഇപ്പൊ നിലവിൽ 2 ഇൻപുട്ട്സും 1 1 ആണ്. Therefore ഗേറ്റ് നമ്പർ 1ന്റെയും 2ന്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കും ജാക്സൺ? 0യും 1 ആണോ? ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യും ഗേറ്റ് നമ്പർ 2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1. കറക്റ്റാ? ഓക്കെ, സോ 0 എന്ന് പറയുന്നതായിരിക്കും എസ് ആർ ലാച്ചിന്റെ എസിന് കിട്ടുന്ന വാല്യൂ. 1 എന്ന് പറയുന്നതാണ് എസ് ആർ ലാച്ചിന്റെ ആറിന് കിട്ടുന്ന വാല്യൂ. ഓക്കെ, സോ 0 1. സോ 0 1 എസ് ആർ ലാച്ചിന് വരുവാണെങ്കിൽ ട്രൂത്ത് ടേബിളോടെ കിടപ്പുണ്ട്. 0 1 ആണ് കിട്ടുന്നതെങ്കിൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഡിയുടെ വാല്യൂ ട്രൂത്ത് ടേബിൾ ഞാനോട് ഫില്ല് ചെയ്യുവാണ്. ഡിയുടെ വാല്യൂ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യൂ ബാർ ഈസ് ഈക്വൽ ടു 0. സോ ക്യൂവിന്റെ വാല്യൂ 1 ആവുന്ന സ്റ്റേറ്റ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണെന്നുണ്ടെങ്കിലും ദാറ്റ് സ്റ്റേറ്റ് വിൽ ബി കോൾഡ് ആസ് ദ സെറ്റ് സ്റ്റേറ്റ്. സോ അതിനെ ഞാനിവിടെ സെറ്റ് എന്നുള്ളത് എഴുതുവാണ്. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി വരച്ച് കിടക്കുന്ന ടേബിളിൽ ഇതാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് 1 ആവുന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഡിയുടെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ക്യൂവിന് കിട്ടുന്ന വാല്യൂ ഇസ് 1 ആൻഡ് ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് മൈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഇൻ ദ സെറ്റ് സ്റ്റേറ്റ്. സെറ്റ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ക്യൂവിന്റെ വാല്യൂ 1 ആയിരിക്കും. ക്യൂ 0 ആവുന്ന സ്റ്റേറ്റ് ഏതാണോ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ റീസെറ്റ് സ്റ്റേറ്റ്. ക്യൂവിന്റെ വാല്യൂ 1 ആവുന്ന സ്റ്റേറ്റ് ഏതാണെങ്കിലും ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ലാച്ച് ഏതിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ദ സെറ്റ് സ്റ്റേറ്റ്. സോ ഇപ്പം നമ്മൾ ക്ലോക്ക് 1 ആയിട്ടുള്ള 2 കേസസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോക്ക് 0 ആവുന്ന ഒരു കേസും കൂടെ നോക്കാം. ഓക്കെ, ഓക്കെ, സോ ക്ലോക്ക് ഇസ് ഈക്വൽ ടു 0. ക്ലോക്ക് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ 0 എന്ന് പറയുന്നത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എസിലേക്കും അതേപോലെ തന്നെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ആറിലേക്കും എത്തും. വിച്ച് മീൻസ് ഗേറ്റ് നമ്പർ 1ന്റെ ഒരു ഇൻപുട്ട് 0 ആണ്, ഗേറ്റ് നമ്പർ 2ന്റെ ഒരു ഇൻപുട്ടും 0 ആണ്. Therefore അതർ ഇൻപുട്ട് ഇല്ലെങ്കിലും അതർ ഇൻപുട്ടിന്റെ വാല്യൂ എന്താണെങ്കിലും ശരി, if one of the input of the NAND gate is 0, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജോൺസ് വി പറഞ്ഞേ. വൺ ഓഫ് ദ ഇൻപുട്ട് ഓഫ് എ NAND ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും?
1. 1. Therefore ഗേറ്റ് നമ്പർ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും 1 ആണ്. സോ ഡിയുടെ വാല്യൂ എന്താണെങ്കിലും ഇവിടെ വിഷയമുണ്ടോ? ഇല്ല. കാരണം വൺ ഓഫ് ദി ഇൻപുട്ട് 0 ആണ്, കാരണം ക്ലോക്ക് 0 ആയതുകൊണ്ട്. സോ വിച്ച് മീൻസ് SR ലാച്ചിന്റെ എസിന്റെ വാല്യൂ 1 ആണ്, ആറിന്റെ വാല്യൂ 1 ആണ്. സോ ഇവിടെ ട്രൂത്ത് ടേബിൾ കിടപ്പുണ്ട്. SR ലാച്ചിന്റെ എസിനും ആറിനും 1 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്. ഓക്കെ, സോ അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലോക്ക് പൾസ് ഡൗൺ ആരോ കാണിച്ചിരിക്കുന്നത് 0 ആവുന്ന കേസ് ആണെന്നുള്ളതാണ്. വിച്ച് മീൻസ് ക്ലോക്ക് ഈസ് ഈക്വൽ ടു 0. ഡിയുടെ വാല്യൂ ഈസ് ഡോൺ കെയർ ഇടാനുള്ള റീസൺ 0 ആണെന്നുണ്ടെങ്കിൽ ശരി, 1 ആണെന്നുണ്ടെങ്കിൽ ശരി. ക്ലോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ക്യൂവിലിരിക്കുന്ന വാല്യൂ എന്താണോ, വിച്ച് മീൻസ് QN. ഇപ്പൊ QN+1ന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ QN+1 is equal to QN. പ്രസന്റ് സ്റ്റേറ്റിലുണ്ടായിരുന്ന വാല്യൂ എന്താണോ ദാറ്റ് വിൽ ബി പാസ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്. അതേപോലെ തന്നെ QN+1 ഡാഷിന്റെ വാല്യൂ എന്താ, QN ഡാഷിൽ ഇരുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും QN+1 ഡാഷിലേക്ക് കിട്ടുക. വിച്ച് മീൻസ് ദേ ആർ ഇൻ ദ മെമ്മറി സ്റ്റേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നോ ചേഞ്ച് സ്റ്റേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിലും ശരി, അതിന്റെ ക്ലോക്ക് എന്ന് പറഞ്ഞ് 0 വന്നു കഴിഞ്ഞാൽ മെമ്മറി സ്റ്റേറ്റിലേക്കാണ് പോവുക. റെസ്പെക്റ്റീവ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു അതിന്റെ വാല്യൂ കൂടി ഇട്ടൊന്ന് പ്രൂവ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ?